കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. മഴ പെയ്യുന്നില്ല. ഈ മഴ മാറിയതോടുകൂടി പുഴയിലേക്ക് ഇറങ്ങി NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും സംഘങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ആ വലിയ കുത്തൊഴുക്ക് പുഴയിലുണ്ട്. അവിടെ ഈ വടം കെട്ടി പരിശോധിക്കുകയാണ്. ഈ പുഴയുടെ ഈ ചേർന്നുള്ള കരകളിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത ആണ് അവർ കണക്കാക്കുന്നത്. കാരണം ഏറ്റവും ഈ പ്രധാനപ്പെട്ടത് ഈ ഒഴുകിയ ആളുകൾ 5 ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഈ ആളുകൾ എവിടെയാണ് എന്നുള്ളത് ഈ മണ്ണിനടിയിലാണോ അതോ പുഴയിലൂടെ ഒഴുകിപ്പോയതാണോ എന്നതിൽ ഇനിയും വ്യക്തത വരണം. ഈ പുഴയിലേക്ക് വടം കെട്ടി NDRFിന്റെയും ഫയർഫോഴ്സിന്റെയും ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഇന്നലെ അതിശക്തമായ ഈ മഴ ഉണ്ടായിരുന്നു. ഈ വലിയ തോതിൽ മണ്ണ് കെട്ടിക്കിടക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്നതിനും വലിയ പ്രയാസം നേരിട്ടിരുന്നു. ഇപ്പോൾ ഈ റോട്ടിലെ മണ്ണ്, പാലത്തിലെയും റോട്ടിലെയും മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ആളുകളെ കണ്ടെത്തുക, 5 ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഈ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് തുടരുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഈ ഫയർഫോഴ്സും ഈ സംയുക്തമായുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ ആ പാലം കാണാം. ആ പാലത്തിന്റെ ഒരു ഭാഗം, കൈവരിയുടെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പിന്നീട് ഈ ബസ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. അത്ര വലിയ ഈ പാലത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന ബസ്സാണ് ഈ മണ്ണൊലിപ്പിന്റെ ആ വലിയ ശക്തിയിൽ ഒലിച്ച് ഈ താഴെ പുഴയിലേക്ക് വീണത്. ഇപ്പോഴും പുഴയിൽ ഇത് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനിയുടെ ഈ വിവിധ ക്യാബിനുകൾ, അതോടൊപ്പം അവരുടെ ക്രെയിൻ ഉൾപ്പെടെ ഈ അതിശക്തമായ മണ്ണൊലിപ്പിൽ ഇങ്ങോട്ട് വന്നു. ഈ 5 പേരെ കണ്ടെത്താനായി 4 സംഘങ്ങളായി തിരിച്ചുള്ള തിരച്ചിലുകളാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മഴ ഈ ഭാഗത്തില്ലെങ്കിലും ഈ പുഴയിൽ വളരെ ചെറിയൊരു പുഴയാണ്, പക്ഷെ അതിശക്തമായ ഒഴുക്കാണ് ഉള്ളത്. അത് നിയന്ത്രിച്ച് വളരെ സാവധാനത്തിൽ മാത്രമേ ഈ തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. വലിയ ഈ കോൺക്രീറ്റ് ഈ തടഞ്ഞു നിർത്തുന്നതിനും മറ്റും ആയി നേരത്തെ കോൺക്രീറ്റ് ഭിത്തികൾ മണ്ണ് തടഞ്ഞു നിർത്തുന്നതിനായി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില നിർമ്മാണ സാമഗ്രികളും ഒലിച്ചു വന്ന് പുഴയിൽ കിടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇനിയും ആളുകളെ കണ്ടെത്തുക, അത് ഈ ചികിത്സയിലുള്ള 7 പേർ, അതിൽ ചില ആളുകൾ ഇന്ന് ആശുപത്രി വിടുന്നുണ്ട്. 5 പേർ ആരെല്ലാമാണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദീഖും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട്. വയനാട് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് 1 മണിക്കെത്താനുള്ള സാധ്യതയില്ല. അദ്ദേഹം ഒരുപക്ഷെ ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ മലപ്പുറം ജില്ലയിലെ അരീക്കോടായിരിക്കും വിമാനം ഇറങ്ങുക. കാലാവസ്ഥ അനുകൂലമായാൽ കൽപ്പറ്റയിൽ ഇറങ്ങി വളരെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ കഴിയുകയും ചെയ്യും. മുഖ്യമന്ത്രി എന്തായാലും ഒരു 2 മണിയോടുകൂടി എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്.